അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 9ത്തിൻ്റെ ചാപ്റ്റർ 4. ഇത് നമ്മുടെ ന്യൂ ടെക്സ്റ്റ് ബുക്കാണ്. ഡിസ്ക്രൈബിങ് മോഷൻ അറൗണ്ട് അസ് എന്ന് പറയുന്ന ഫിസിക്സിലത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചാപ്റ്ററിലുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ്. എവറിത്തിങ് ഇൻ നേച്ചർ ഇസ് ഇൻ മോഷൻ. എന്താ അവർ പറയുന്നത്? അതായത് നേച്ചറിലുള്ള എല്ലാ സാധനങ്ങളും മോഷനിലാണെന്ന്. മോഷൻ മീൻസ് വാട്ട്? മൂവ്മെൻറ്റ്, അനങ്ങിക്കൊണ്ടിരിക്കുവാണെന്ന്. ഓക്കെ, ഫ്രം മാസീവ് ആസ്ട്രോണോമിക്കൽ ഒബ്ജക്ട്സ് ടു സബറ്റോമിക് പാർട്ടിക്കിൾസ്. അതായത് മാസീവ് മീൻസ് വാട്ട്? വെരി ഹ്യൂജ്, ഭയങ്കര വലിയ ആസ്ട്രോണോമിക്കൽ ഒബ്ജക്ട്സ്. ആസ്ട്രോണോമിക്കൽ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ എന്താ? എല്ലാം പെടും. പ്ലാനറ്റ്സ്, ഗാലക്സീസ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് സ്പേസിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ എന്താ പറയുക, കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഭയങ്കര വലുത്. അപ്പം അത് തൊട്ട് അതൊക്കെ ഭയങ്കര ഹ്യൂജാണ്. ഓക്കെ, അപ്പോൾ അത് തൊട്ട് സബറ്റോമിക് പാർട്ടിക്കിൾസ് വരെയും. സബറ്റോമിക് പാർട്ടിക്കിൾസ് മീൻസ് വാട്ട്? ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ആറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെരി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ മാറ്റർ. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വളരെ ചെറിയ ഒരു പീസിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുക. അതായത് ചെറിയ പീസ് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. പീസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ യു ഇമാജിൻ, നമ്മളിപ്പോൾ ഒരു വലിയൊരു കല്ലെടുത്തു. ആ കല്ല് ഞാൻ പൊടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും കുഞ്ഞ് പീസ് ഞാൻ എടുത്തു. അത് ഞാൻ പിന്നെയും പൊടിക്കുകയാണ്. പൊടിച്ച് ആ കുഞ്ഞ് പീസിനെ പൊടിച്ച് എനിക്ക് തീരെ കാണാൻ പറ്റാത്ത അത്ര തരത്തിൽ അത് പൊടിയാക്കി. അതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന ഏറ്റവും കുഞ്ഞ് പീസ്, ദാറ്റ് ഇസ് കമ്പയർഡ് ടു ആസ് എൻ ആറ്റം. അതിനെ നമ്മൾ ആറ്റം എന്ന് വിളിക്കുക. ഏറ്റവും ചെറുത് എന്ന് പറയാം. യു കാൺ സീ ദാറ്റ്. ഓക്കെ, അതുകൊണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെയും ചെറിയത് സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ, സോ ഈ സബറ്റോമിക് പാർട്ടിക്കിൾസ് തൊട്ട് വലിയ ആസ്ട്രോണോമിക്കൽ ഒബ്ജക്റ്റുകൾ വരെയും നേച്ചറിൽ എന്ത് ചെയ്യുവാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് എ വെറൈറ്റി ഇൻ മോഷൻ വി ഹാവ് ഇൻ നേച്ചർ. നമുക്ക് നേച്ചറിൽ ഒരുപാട് തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള വെറൈറ്റീസാണ് നമ്മൾ കാണുന്നത്? മോഷനിൽ ഒരുപാട് തരത്തിലുള്ള മോഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഫ്ലിറ്റിംഗ് ബട്ടർഫ്ലൈസ്, അതായത് പറന്നുകൊണ്ടിരിക്കുന്ന ബട്ടർഫ്ലൈസ്. പിന്നെ സ്ലിത്തറിങ് സ്നേക്സ്, അതായത് എന്താ? എഴഞ്ഞെഴഞ്ഞ് പോകുന്ന പാമ്പുകൾ. പിന്നെ എന്താ പറയുന്നത്? ഹോപ്പിംഗ് ഹെയർസ്, ചാടി പോകുന്ന മുയൽ പോലത്തെ സംഭവം. പിന്നെ ഗാലോപ്പിംഗ് ഹോഴ്സ്, എന്താണ്? കുതിരകൾ. പിന്നെ ടെൻഡൽസ് ഓഫ് ക്ലൈംബേഴ്സ്, അതായത് എഴഞ്ഞെഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന വള്ളിച്ചെടികൾ. ഇതെല്ലാം. പിന്നെന്താ? ക്ലോസിങ് ഓഫ് ഫ്ലൈറ്റ് ട്രാപ്സ്. ഫ്ലൈറ്റ് ട്രാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, പിക്ചർ പ്ലാന്റ് നേരിട്ടുണ്ടാവും അല്ലേ? പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മറ്റേ ഒരു ചെടിയാണത്, ഒരു പ്ലാന്റാണ്. അതിനകത്ത് എന്താ പ്രത്യേകത? അതിനിങ്ങനെ ക്ലോസ് ചെയ്യാൻ ഒരു ലിഡ് പോലത്തെ സംഭവം ഉണ്ടാവും. അതിൻ്റെ ഒരു പോർഷനിൽ വന്നിട്ട് ഈ പ്രാണിയൊക്കെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും, ഈ ഇൻസെക്ട്സ്, അതാണ്. ഓക്കെ, അത് വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ചെടി എന്ത് ചെയ്യും? നൈസായിട്ട് അതിൻ്റെ ആ ഡോർ പോലത്തെ സംഭവം അടച്ചു കളയും. അപ്പോൾ ആ ഇൻസെക്റ്റ് അതിൻ്റെ അകത്ത് പെട്ടുപോകും. അങ്ങനെ. ഓക്കെ, എന്നിട്ട് ആ ചെടി ആ ഇൻസെക്റ്റിനെ കഴിക്കും. ഓക്കെ, സോ അതാണ് ക്ലോസിങ് ഓഫ് ഫ്ലൈറ്റ് ട്രാപ്സ്. പിന്നെന്താ? ഡാൻസിങ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എ സൺബീം. സൺബീം നിങ്ങൾക്ക് കണ്ടു കാണും. അതായത് ഇപ്പം നമ്മൾ മുറിക്കകത്തൊക്കെ, നമ്മുടെ റൂംസിലൊക്കെ നമ്മുടെ വിൻഡോയിൽ കൂടിയൊക്കെ സൺലൈറ്റ്, അല്ലെങ്കിൽ എയർ ഹോളിൽ കൂടെയൊക്കെ സൺലൈറ്റ് വരുമ്പോൾ ആ സൺലൈറ്റ് വരുന്ന ആ ഒരു പാത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിറച്ച് പൊടി പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ പോയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ആക്ച്വലി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഫുള്ളും ഈ സംഭവം ഉണ്ട്. വെയിലടിക്കുമ്പോൾ നമ്മളിത് കാണുന്നത് മാത്രം. ഓക്കെ, സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ യു ജസ്റ്റ് ലൈക്ക് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഇറ്റ് ഇസ് ലൈക്ക് സോ ഗുഡ് ടു സീ. ഓക്കെ, അപ്പോൾ അത്. പിന്നെ സ്മോക്ക് പാർട്ടിക്കിൾസ് മൂവിങ് ഇൻ ദ എയർ കൂടിയിട്ട് ഈ സ്മോക്ക് പാർട്ടിക്കിൾസൊക്കെ മൂവ് ചെയ്യുന്നത്. റൈസിങ് ആൻഡ് ഫോളിങ് ഓഫ് ഓഷ്യൻ ടൈഡ്സ്, അതായത് തിരമാലകളൊക്കെ പോവില്ലേ? വേവ്സ്. ഓക്കെ, അത്. പിന്നെ ഗ്യാതറിങ് ക്ലൗഡ്സ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലൗഡുകൾ. ഇവരെല്ലാവരും എന്തിലാണെന്നാണ് പറയുന്നത്? മോഷനിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ആർ ഓൾ ഇൻ മൂവ്മെൻറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇസ് ഇൻ മോഷൻ ഇൻ നേച്ചർ വണ്ടർഫുൾ, ബട്ട് ഹൗ ഡു വി സ്റ്റഡി ദ വൈഡ് വെറൈറ്റി ഓഫ് കോംപ്ലക്സ് മോഷൻസ് അറൗണ്ട് അസ്. നമ്മൾ എങ്ങനെ ഈ മോഷൻസിനെ കുറിച്ച് പഠിക്കും? ഒരുപാട് തരത്തിലുള്ള മോഷൻസും മൂവ്മെൻറ്റൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കും? ഓക്കെ, ആസ് യു ഹാവ് റെഡ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ, ടു എക്സ്പ്ലോർ എ കോംപ്ലക്സ് ഫിനോമിനൻ സയൻറ്റിസ്റ്റ് ഫസ്റ്റ് സ്റ്റഡി in its idealized simplified forms. Such types of motions are linear, circular and oscillatory, about which you learned in earlier grades. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് കുറച്ച് മോഷൻസ് ആണ് എന്തൊക്കെ? ലീനിയർ, സർക്കുലർ ആൻഡ് ഓസിലേറ്ററി മോഷൻസ്. ഓക്കെ, സോ ഈ ഒരു പോർഷൻ നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ പറ്റിയ ചോദ്യമാണ്. നെയിം 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. നെയിം 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ്. ഓക്കെ,
So this will be your first question. Okay, first question. And അതിൻ്റെ ആൻസർ ഇതാണ്. ഓക്കെ, ലീനിയർ, സർക്കുലർ ആൻഡ് ഓസിലേറ്ററി മോഷൻ. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ ലേൺ മോർ അബൌട്ട് ലീനിയർ മോഷൻ. ഈ പാഠത്തിൽ നമ്മൾ കൂടുതലും പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? ലീനിയർ മോഷനെ കുറിച്ചാണെന്ന്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ലീനിയർ മോഷൻ ആക്ച്വലി? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലീനിയർ മോഷൻ എന്ന് പറയുക. അതായത് സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, യു ആർ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓർ സ്ട്രെയിറ്റ് പാത്ത്, അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ലീനിയർ മോഷൻ എന്ന് പറയാമെന്ന്. ഓക്കെ, ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനെ കുറിച്ചും ലീനിയർ മോഷനെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത്, earlier you learned about some physical quantities such as distance, time and speed. നമ്മൾ നേരത്തെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി മീൻസ് വാട്ട്? നമുക്ക് ഇങ്ങനെ ഫിസിക്കലി അളന്നെടുക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ. ഓക്കെ, ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്, ഇതൊക്കെ എന്താണ്? കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. നമ്മളിതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഡിസ്റ്റൻസ്, ദൂരം എന്താണ്? ടൈം എന്ന് പറയുമ്പോൾ എന്താ? എത്ര സമയം? സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താ? സ്പീഡ് യു ഹാവ് ഓൾറെഡി ലേൺഡ്. ഓക്കെ, ആൻഡ് യു വിൽ ലേൺ മോർ അബൌട്ട് ദീസ്. ഓക്കെ, നൗ യു വിൽ ലേൺ about some more physical quantities such as displacement, average velocity and average acceleration. ഈ ചാപ്റ്ററിൽ നമ്മളിനി പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ആവറേജ് വെലോസിറ്റി, ആവറേജ് ആക്സിലറേഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പുതുതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, യു വിൽ ഓൾസോ ലേൺ ടു ഡിസ്ക്രൈബ് മോഷൻ നോട്ട് ഓൺലി ഇൻ വേർഡ്സ് ബട്ട് ഓൾസോ വിത്ത് നമ്പേഴ്സ്, ഇക്വേഷൻസ് ആൻഡ് ഗ്രാഫ്. ഈ മോഷൻ വേർഡ്സ്, അതായത് ഇങ്ങനെ നമ്മൾ സെൻറ്റൻസ് പോലെ മാത്രമല്ല നമ്മൾ മോഷനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. വെൻ യു ടോക്ക് അബൌട്ട് മോഷൻ യു വിൽ ബി ഏബിൾ ടു ഡിസ്ക്രൈബ് മോഷൻ നോട്ട് ഓൺലി ഇൻ വേർഡ്സ് ബട്ട് യു വിൽ ഓൾസോ ബി ഏബിൾ ടു ഡിസ്ക്രൈബ് മോഷൻ വിത്ത് നമ്പേഴ്സ്, ഇക്വേഷൻസ് ആൻഡ് ഗ്രാഫ്. ഗ്രാഫുകൾ വെച്ചിട്ട് നമുക്ക് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് വെച്ചിട്ട്, നമ്പേഴ്സ് വെച്ചിട്ട് ഒക്കെ നമുക്ക് ഈ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതെന്ന്. So that is all about the introduction part. Okay, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് പോർഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ വി സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ടോപ്പിക്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന ആദ്യത്തെ കാര്യം. ഓക്കെ, യു ഹാവ് ലേൺഡ് ദാറ്റ് വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇറ്റ്സ് മോഷൻ ഇസ് കോൾഡ് ലീനിയർ മോഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ എന്താണ് ആദ്യം പറയുന്നത്? ആദ്യം പറയുന്നത് മോഷന് സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇറ്റ്സ് മോഷൻ ഇസ് കോൾഡ് linear motion. It can also be called motion in a straight line. It is the simplest kind of motion. Okay, അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ, നേരെ തന്നെ പോവുകയാണെങ്കിൽ നമ്മളതിനെ ലീനിയർ മോഷൻ എന്ന് പറയും. ഓക്കെ, അതിന് നമുക്ക് വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കാം. അതാണ് എന്ത്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് മൂവ്മെൻറ്റ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതാണ്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ചിൽഡ്രൻ ഇൻ എ സ്വിമ്മിങ് റേസ്. സ്വിമ്മിങ് റേസിൽ കൊച്ചുങ്ങൾ എങ്ങനെയാണ് പോവുക? നേരെയല്ലേ നീന്തി പോവുക, അങ്ങനെ. ഓക്കെ, വെർട്ടിക്കലി ഫോളിംഗ് ബോൾ. ഒരു ബോൾ നിങ്ങൾ മേലെ നിന്ന് താഴത്തേക്ക് ഇടുന്നു. അതെന്താ? മേലെ നിന്ന് താഴത്തേക്ക് വീഴുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ വീഴുക? ചരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞൊന്നും അല്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ടല്ലേ. സോ അതാണ് ആ സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ്, ദാറ്റ് ഇസ് നോൺ ആസ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓർ ലീനിയർ മോഷൻ. ഓക്കെ, പിന്നെ എ കാർ മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് സ്ട്രെച്ച് ഓഫ് ഹൈവേ. ഒരു ഹൈവേ കൂടി കാർ നമ്മൾ ഓടിച്ച് പോകുമ്പോൾ അങ്ങനെ ആയിരിക്കും, കാർ നേരെയല്ലേ പോവുക? ഓക്കെ, കാർ നേരെ പോകുന്നു, അതാണ്. ഓക്കെ, സ്ട്രെയിറ്റ് സ്ട്രെച്ച് ഓഫ് ഹൈവേ, നേരെയുള്ളൊരു ഹൈവേ കൂടി കാർ ഓടിച്ച് പോകുന്നു, അത്. പിന്നെ ട്രെയിൻ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് ട്രാക്ക്, നേരെയുള്ളൊരു ട്രാക്കിൽ കൂടി ട്രെയിൻ പോകുന്നു. ഇതെല്ലാം എന്താണ്? ലീനിയർ മോഷനാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് എഴുതാം. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹിയർ ഇസ് ഡിഫൈൻ ലീനിയർ മോഷൻ. ഓക്കെ, ഡിഫൈൻ ലീനിയർ മോഷൻ. Give examples. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന റെഡ് കളറുള്ളത് ഫുള്ളും ഇതിൻ്റെ ആൻസറാണ്. ഓക്കെ, ഈ വെൻ ആൻ ഒബ്ജക്റ്റ് തൊട്ടിട്ട് ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന സംഭവങ്ങളോട്ട് ഇവിടം വരെ, ഇതിനകത്തുള്ള ഈ ഹാവ് യു നോട്ട് വെച്ചാൽ അതൊന്നും വേണ്ട. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത പോർഷൻ വായിക്കാം. ഓക്കെ, to discuss about motion of an object, you first need to describe its position at various instant of time. Okay, അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ
മോഷൻ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? അത് എവിടെയാണ്, ഏത് സമയത്ത് എവിടെ നിൽക്കുന്നു എന്നുള്ള പൊസിഷൻ നമ്മൾ പറയണം. ഓക്കെ, യു ഫസ്റ്റ് നീഡ് ടു ഡിസ്ക്രൈബ് ഇറ്റ്സ് പൊസിഷൻ അറ്റ് വേരിയസ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. പല പല സമയത്ത് അത് ഏതൊക്കെ സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് പോർഷൻ. ഇനി ഡിസ്ക്രൈബിങ് പൊസിഷനാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, so that's it. I hope you understood. Thank you for watching.